ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജാപ്പനീസ് സീരീസ് സുക്കുമിച്ചി മുള്ളേൻ പാനസി സീസൺ 2 എപ്പിസോഡ് 5 ആണ്. കഴിഞ്ഞ വീഡിയോയിലെ പോലെ ഈ വീഡിയോക്ക് 70 ലൈക്ക് ആണ് ടാർഗറ്റ്. അതുകൊണ്ട് മാക്സിമം ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെടണോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ 200 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സമയങ്ങളാണ് നമുക്ക് വീഡിയോ ഇട്ട് പോകാം. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഹീറോനെ കാണിച്ചുകൊണ്ടാണ്. ഹീറോ ഇപ്പോൾ അവിടുത്തെ ടീച്ചറായി. 3 ദിവസത്തിനുള്ളിൽ ഹീറോയ്ക്ക് ക്ലാസ് എടുത്ത് തുടങ്ങാൻ പറ്റും. റെഡ് ബ്രാഞ്ച് കമ്പനിയുടെ ഹെൽപ്പോടെ ഇവിടെയും ഹീറോ ട്രേഡിംഗ് കമ്പനി തുടങ്ങി. ഷീക്കി ക്വസ്റ്റനോവാ, നിങ്ങൾ വന്നോ? നിങ്ങളെ എപ്പോഴത്തെ ഫുഡ് തന്നെയല്ലേ? ഗ്ലോറിയുടെ റെക്കമെൻഡ് ഞങ്ങൾ അവളുടെ റെസ്റ്റോറന്റ് വന്നു. അവളുടെ റെസ്റ്റോറന്റിലുള്ള ഫുഡൊക്കെ ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഹീറോയുടെ നടിമടിച്ച് ചേർക്കുന്ന ഹീറോനെ ഒളിഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പെണ്ണ് വന്ന് അവന്റെ സംസാരിക്കുന്നു. ഷീക്കിക്ക് അവിടുത്തെ കുറെ ക്രീമുള്ള ഫുഡാണ് ഇഷ്ടം. ഷീക്കിക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത് എനിക്കറിയത്തില്ല എന്ന് ഹീറോ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴത്തെ പോലെ ആ ഫുഡ് തന്നെ മതിയാ എന്ന് അവളെ ചോദിക്കുന്നു. ഇന്ന് ഡിഫറന്റ് ആയിട്ട് വല്ലതും തിന്നാ, ഒരു ഹാഫ് മന്തി കൊണ്ടുപോവാ എന്ന് ഹീറോ പറയുന്നു. അപ്പൊ നിങ്ങൾ അക്കാദമി പ്രൊഫസർ ആണെങ്കിൽ നിങ്ങൾ എന്നാ പെണ്ണെന്തോ പറയാൻ പോകുമ്പോൾ വേറൊരു പെണ്ണെന്ന് വിളിക്കുന്നു. അപ്പൊ അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹീറോ അക്കാദമി ടീച്ചറായിട്ട് ജോയിൻ ചെയ്യേണ്ട ദിവസം വരുന്നു. സ്കൂളിനകത്ത് നിങ്ങൾക്ക് ട്രേഡിംഗ് നടത്താം, എന്നാൽ കാശ് മാത്രം സ്കൂളിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്റ്റുഡന്റിനെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സിൽവർ കോയിൻ കിട്ടും. എല്ലാ ടീച്ചർമാരും മാക്സിമം പിള്ളേരെ അവരുടെ തൊട്ട് വരുത്താനാണ് നോക്കുന്നത്. ഞാൻ ക്ലാസ് വെറും 10 സ്റ്റുഡൻസിനെ മാത്രമേ പഠിപ്പിക്കാൻ പോകുള്ളൂ എന്ന് ഹീറോ പറയുന്നു. ഞാൻ തിയറീസ് ഒക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. നിങ്ങൾ അവർക്ക് പ്രാക്ടിക്കലി പറഞ്ഞു കൊടുക്കുമോ? കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ട്, അവരെ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലോട്ട് അയച്ചേക്കാം എന്നാ പ്രൊഫസർ പറയുന്നു. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന പിള്ളേരായിരിക്കും തോന്നുന്നത് എന്ന് ഹീറോ ചിന്തിക്കുന്നു. പിന്നെ കാണിക്കുന്ന അക്കാഡമിയിലെ ലൈബ്രറിയാണ്. ലൈബ്രറി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഹീറോ അങ്ങോട്ടേക്ക് വരുന്നു. ആ ലൈബ്രറിയിൽ ഹീറോനെ പറ്റി അന്വേഷിച്ചാൽ ലേഡിയോ ഉണ്ട്. ബേസിക് ലാൻഡിംഗ് മാജിക് ബുക്ക് ഉണ്ടോ എന്ന് ഹീറോ ചോദിക്കുന്നു. എന്താണ് ക്വസ്റ്റനോ, നീ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ഹീറോനെ വിൻഡ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഹീറോ പെട്ടെന്ന് തന്നെ ഡോജ് ചെയ്ത് മാറുന്നു. ഞാൻ കേട്ട പോലെ നിനക്ക് കുറെ കഴിവാക്കിയുണ്ട് എന്ന് അവൾ പറയുന്നു. നീ ആരാ, നീ എന്നെ അറ്റാക്ക് ചെയ്യുന്നേ? അതുപോലെ ഈ സ്കൂളിൽ കുറെ ടീച്ചർമാർ കാണും, നിനക്കെങ്ങനെ എന്റെ പേര് അറിയാം എന്ന് ഹീറോ അവളോട് ചോദിക്കുന്നു. ഒരു ഇൻസ്ട്രക്ടർ നിന്നെ പറ്റി പറഞ്ഞായിരുന്നു, അതുപോലെ നിനക്ക് ഹോട്ട് ബോട്ട് ഫുഡ് ഇഷ്ടമാണ്, ഷീക്കിക്ക് സ്വീറ്റും ഇഷ്ടമാണ്, ഇതൊക്കെ എനിക്കറിയാം എന്ന് അവൾ പറയുന്നു. ഇതൊക്കെ എങ്ങനെ നിനക്കറിയാം? അപ്പൊ നീ ഗ്ലോറിയുടെ സിസ്റ്റർ ആണോ എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. അപ്പൊ ഇതായിരിക്കുമല്ല എന്ന് അവൾ പറയാൻ വന്നത് എന്ന് ഹീറോ ആലോചിക്കുന്നു. ഇവിടെ കാണാൻ ഗ്ലോറിയനെ പോലെ തന്നെ ഉണ്ട് എന്ന ഒരു സ്ഥലം ഒഴികെ എന്ന് പറഞ്ഞ് ഹീറോ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ക്വസ്റ്റനോ, എന്തോ വേണ്ടാത്തേക്ക് ആലോചിക്കുകയാണെന്ന് തോന്നല്ലോ, ഇതത്ര നല്ലതല്ല, ചുമ്മാ തമാശക്ക് പറഞ്ഞാ എന്ന് അവള് പറയുന്നു. ഇവളെ കാണുമ്പോൾ എനിക്ക് മിയനെ ഓർമ്മ തന്നെ എന്ന് ഹീറോ ആലോചിക്കുന്നു. മിയ വേൾഡിന്റെ പല പല സ്ഥലത്ത് പോയി കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കത്തി വെച്ച് ഉരുളക്കിഴങ്ങ് മുറിക്കുന്ന എനിക്ക് ഒന്നുകൂടെ കാണിച്ചു തരുമോ എന്ന് മിയ ചോദിക്കുന്നു. നേരത്തെ കാണിച്ച പോലെ ഒന്നും വീണ്ടും ചെയ്തേക്കല്ലേ എന്ന് അവിടെ നിൽക്കുന്നവൾ പറയുന്നു. ഓ, അപ്പൊ ഈ കിഴങ്ങിനെ കാണി ഇങ്ങനെ വേണമല്ലോ എടുക്കാൻ, ഞാനത് ചെയ്തപ്പോൾ തീരെ ചെറുതായി പോയി എന്നവൾ പറയുന്നു. ഇത് കൊള്ളാൽ, ഇത് കാണാൻ വേണ്ടി പേപ്പർ കിട്ടുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മിയ നോക്കുന്നു. ഇത് റോട്ടറി കട്ടിംഗ് മെത്തേഡ് ആണെന്നാണ് എന്നെ ഇത് പഠിപ്പിച്ച ആള് പറഞ്ഞത് എന്നാ പെണ്ണ് പറയുന്നു. റോട്ടറി അതെന്ത് സാധനം എന്ന് മിയ ചോദിക്കുന്നു. അത് എനിക്കും അറിയില്ല എന്നാ പെണ്ണ് പറയുന്നു. ഈ കട്ടിംഗ് മെത്തേഡ് പച്ചക്കറി അല്ലാതെ വേറെ വല്ല കഴിയാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എന്ന് മിയ ആലോചിക്കുന്നു. വേറൊരു പ്രൊഫസർ പറഞ്ഞുകൊണ്ട് ഹീറോയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കുറെ പിള്ളേരൊക്കെ വരുന്നു. ഈ ടീച്ചർ സംസാരിക്കില്ല, എഴുതിയേ കാണിക്കത്തുള്ളൂ. അതെന്താ? അതൊന്നും എനിക്കറിയില്ല എന്നൊക്കെയാ പിള്ളേർ വന്ന ഹീറോ അവന്റെ പവർ യൂസ് ചെയ്ത് കേൾക്കുന്നു. ഇവന്മാരൊക്കെ ഞാൻ എങ്ങനെ പഠിപ്പിക്കുമോ എന്തോ എന്ന് ഹീറോ ആലോചിക്കുന്നു. മാസ്റ്റർ, നിങ്ങൾ എങ്ങനെ അവരെ പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് ഷീക്ക് ചോദിക്കുന്നു. ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ നിൽക്കണം, അല്ലെങ്കിൽ ആ പിള്ളേരെ എനിക്കൊരു വില പോലും തരത്തില്ല എന്ന് ഹീറോ ആലോചിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആ പിള്ളേരൊക്കെ ടെലിപ്പോർട്ടായി വരുന്നു. എന്റെ പേര് ഷീക്കി എന്ന് പറഞ്ഞ ഷീക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇയാളെ കാണാൻ ലുക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ പേര് ക്വസ്റ്റനോവ, ഞാനൊരു മർച്ചന്റ് ആണ് എന്ന് ഹീറോ പറയുന്നു. എന്റെ മാജിക് ക്ലാസ് നല്ല രീതിക്ക് ടഫ് ആയിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഹീറോ അവരുടെ മാനയുടെ ബേസിക്കിനെ പറ്റി ചോദിക്കുന്നു. മാനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, അതുവരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആ ലിമിറ്റ് കൂടുതൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്നെങ്കിൽ ബോധം പോകും, അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യും. ഇതൊക്കെ ഞങ്ങൾ ബേസിക് ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് എന്നാ പിള്ളേർ പറയുന്നു. അന്ന് ടോമേ തന്നെ ഞാനും ചെയ്യാം എന്ന് ഹീറോ ആലോചിക്കുന്നു. നിങ്ങളെ കൊണ്ട് ഒരേ സമയം തന്നെ പല പല എലമെന്റ് യൂസ് ചെയ്യാൻ പറ്റുക, അങ്ങനെ പറ്റില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും വീക്കാണ് എന്ന് ഹീറോ പറയുന്നു. എല്ലാവരും അവരെ ഏത് എലമെന്റാണ് സ്ട്രോങ്, ആ എലമെന്റിലെ ഫോക്കസ് ചെയ്തുള്ളൂ എന്ന് അവിടെ നിന്നോട് ചെറുക്കൻ ചോദിക്കുന്നു. ബാറ്റിൽ ഫീൽഡ് നിന്റെ ആ ഒരു എലമെന്റ് വർക്ക് ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴും നിങ്ങൾ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞിരിക്കുമോ എന്ന് ഹീറോ ചോദിക്കുന്നു. ഞങ്ങളെ കുറ്റം പറഞ്ഞു, നിങ്ങളെ കൊണ്ട് കുറെ എലമെന്റ് ഒരു സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുക എന്നാ പിള്ളേർ ചോദിക്കുന്നു. ഞാൻ ഷീ കൂടെ ഫൈറ്റ് ചെയ്ത് കാണിച്ചു തരാം, അത് നോക്കി പഠിച്ചോ എന്ന് ഹീറോ പറയുന്നു. അയാളായിരിക്കുന്ന സ്റ്റാഫിൽ കുറെ മാജിക് പവർ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നാൽ ടീച്ചറിന്റെ അടുത്ത് മാജിക് ഇല്ലല്ലോ എന്നാ പിള്ളേർ നോക്കുന്നു. ഷീക്ക് നീ തുടങ്ങടാ എന്ന് ഹീറോ പറയുന്നു. ഷീക്ക് നല്ല സ്പീഡ് ഹീറോ അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്ക് ടീച്ചറിന്റെ കാര്യം തീരുമാനം തോന്നുന്നു എന്ന് പറഞ്ഞ പിള്ളേർ നോക്കിയാൽ ഹീറോ ബാരിയർ വെച്ച് ബ്ലോക്ക് ചെയ്തു. ഇയാൾ ഇത്ര സ്ട്രോങ് ആയിരുന്നു എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഷോക്ക് ആവുന്നു. ഷീക്ക് നീ എന്നെ തോപ്പിക്കാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആവണം. പെട്ടെന്ന് ഹീറോ ഷീക്കിനെ ഫയർ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഷീക്ക് എന്റെ ബാരിയർ യൂസ് ചെയ്ത് രക്ഷപ്പെടുന്നു. കൊള്ളാല ഷീക്ക്, നിന്റെ ബാരിയറൊക്കെ ഇമ്പ്രൂവ് ആയല്ലോ എന്ന് ഹീറോ പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ടോമയുടെ മീഡിയ കൂടെ ട്രെയിനിങ് എടുക്കുമായിരുന്നു മാസ്റ്റർ എന്ന് പറഞ്ഞ ഹീറോ അറ്റാക്ക് ചെയ്യുന്നു. ഇവർക്ക് എങ്ങനെ ഇത്രയും പവർ എന്ന് പറഞ്ഞ പിള്ളേർ ഷോക്ക് ആവുന്നു. ഓ, അങ്ങനെയാണെങ്കിൽ പറ്റുമെങ്കിൽ തടഞ്ഞു നോക്ക് എന്ന് പറഞ്ഞ ഹീറോ എർത്ത് മാജിക് വെച്ച് അവൻ അറ്റാക്ക് ചെയ്യുന്നു. ഇവര് വേൾഡ്ലെസ് കാസ്റ്റിംഗ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത്, അതുപോലെ ഫയറും വാട്ടർ ഒരുമിച്ച് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഷോക്കായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഷീക്ക് ഇതാണ് ലാസ്റ്റ് അറ്റാക്ക് എന്ന് ഹീറോ പറയുന്നു. ടീച്ചർ സംസാരിക്കില്ലെന്നാണല്ലോ വിചാരിച്ചത്, ഇപ്പതേ അവർ സംസാരിക്കുന്നു. വേൾഡ്ലെസ് കാസ്റ്റിംഗ് ഭയങ്കര പവർഫുൾ ആയിരുന്നു, അപ്പോൾ വേർഡ്സ് യൂസ് ചെയ്ത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ പിള്ളേർ നോക്കുന്നു. ഞാൻ തോറ്റു എന്ന് പറഞ്ഞ ഷീക്ക് സറണ്ടർ ആവുന്നു. പിള്ളേരൊക്കെ പേടിച്ച് ഞാൻ കുറച്ച് ഓവറായെന്നാ തോന്നുന്നത്, ഇങ്ങനെയാണെങ്കിൽ ഇവര് നാളെ ക്ലാസ്സിന് വരത്തില്ലെന്ന് തോന്നുന്നത് എന്ന് ഹീറോ വിചാരിക്കുന്നു. താല്പര്യമുള്ളവരും നാളെ വന്നാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ ഹീറോ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഷീക്കി, അവിടെ നിൽക്കുന്ന പെണ്ണിന്റെ കൈ ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, അത് നീ ഒന്ന് ഹീലിംഗ് ചെയ്തേക്ക് എന്ന് പറഞ്ഞ ഹീറോ അവിടെ നിന്ന് പോകുന്നു. മാസ്റ്റർ ശരിക്കും ഓവർ പവർ എന്ന് ഷീക്കി ചിന്തിക്കുന്നു. ഗേൾസ് എല്ലാവരും ഹീറോയുടെ പവർ കൊണ്ട് പേടിച്ചിരിക്കുകയാണ്. ഇതേപോലത്തെ ടീച്ചറിനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ ബോയ്സിന് ഹീറോ ഇഷ്ടപ്പെടുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കുറ്റം പറഞ്ഞ മാത്രമല്ല എനിക്ക് എന്നെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പെണ്ണ് സങ്കടപ്പെടുന്നു. പെട്ടെന്ന് ഷീക്കി അവളുടെ കൈ പിടിച്ച് അവളെ ഹീൽ ചെയ്യാൻ പോകുന്നു. ഇത്രയും റയറായ മെഡിസിൻ എന്തിനാ എനിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നാ പെണ്ണ് ചോദിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, ആർക്കും പരിക്ക്
വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഷീക്ക് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ആ പെണ്ണ് ഇംപ്രസ് ആവുന്നു. ഒരു ചെറുക്കന് ഹീറോനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഒരു പെണ്ണിന് ഷീക്കോട് ക്രഷ് അടിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ ഷീക്കോട് നടന്നു പോകുന്നതാണ്. നാളെ പിള്ളേർക്ക് വരുവാടേ എന്ന് ഹീറോ ഷീക്കോട് ചോദിക്കുന്നു. പകുതി പേരെങ്കിലും വരായിരിക്കില്ല എന്ന് ഷീക്ക് പറയുന്നു. വെറുതെ ആ ടോമിനെ പോലെ സീൻ കാണിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന ടോമേനാണ്. ഈ ലേക്ക് എങ്ങനെയാ പെട്ടെന്ന് ഉണ്ടായത് ഇവിടെ എന്ന് ടോമെ ഹ്യൂമൻസിന്റെ ആർമിയിൽ രക്ഷപ്പെട്ടെടുത്തൊക്കെ ചോദിക്കുന്നു. ഇതൊരു പണിഷ്മെന്റ് ആണ് എന്ന് അവൻ പറയുന്നു. ഗോഡസിന്റെ പണിഷ്മെന്റ് ആണോ എന്ന് ടോമെ ചോദിക്കുന്നു. ഗോഡസ് എപ്പോഴും ഞങ്ങളോട് സ്നേഹം മാത്രമേ കാണിക്കത്തുള്ളൂ. ഇതിന് കാരണം ഒരു മേജാണ്. ആ റെഡ് ഡ്രസ് ഇട്ടിരുന്ന മേജിന്റെ പണിഷ്മെന്റ് ആരാണ് ഇതിന് കാരണം എന്ന് അവൻ പറയുന്നു. നിന്റെ മെമ്മറീസ് കാണുമ്പോൾ അതെനിക്ക് മനസ്സിലാവുന്ന തോന്നുന്നത് എന്ന് പറഞ്ഞ് ടോമെ അവന്റെ മെമ്മറി നോക്കുന്നു. അവന്റെ മെമ്മറിയുടെ ടോമയ്ക്ക് അത് ഹീറോ ഏതാണെന്ന് മനസ്സിലാവുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചത് എന്റെ മാസ്റ്ററിനല്ലാതെ വേറെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോനെയാണ്. ഇപ്പൊ ഹീറോ അടുത്ത ട്രെയിനിങ് എടുക്കാൻ വേണ്ടി 5 സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. ഫിബ്രോ കാസ്പർ, ഞാനൊരു വിൻഡിമേജ് ആണ്. എന്റെ ഒരു ഡൈനാസോറസ്, എന്നെ ഡൈനെന്ന് വിളിച്ചാൽ മതി. കുറച്ച് നാൾ മുമ്പ് എന്റെ മാരേജ് കഴിഞ്ഞത്. ഈ പ്രായത്തിൽ കല്യാണമൊക്കെ കഴിഞ്ഞാൽ എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ ഹബെലിയ ഹോബിസ്, എന്നെ അബേലിയെന്ന് മാത്രം വിളിച്ചാൽ മതി എന്നാ പെണ്ണ് പറയുന്നു. ഹോബിസിനെ എന്നെ അക്കാഡമിയിലൂടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ഹീറോ ആലോചിക്കുന്നു. ഈസുമ കൊസുക്കാവ, ഇവനൊരു എർത്തമേജ് ആണ്. അവസാനമായിട്ട് ജീൻ റോമാൻ, ഇവനൊരു സ്പോർട്സ്മാൻ ആണ് എന്ന് പറഞ്ഞ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ആവുന്നു. മാസ്റ്റർ നിങ്ങൾ എന്താ എപ്പോഴും എഴുതി മാത്രം കാണിക്കുന്നത്? പിന്നെ എങ്ങനെ നേരത്തെ നിങ്ങൾ സ്പെല്ല് ആസിയത് എന്നൊരുത്തൻ ചോദിക്കുന്നു. എനിക്ക് കോമൺ മാത്രം സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഹീറോ സംസാരിച്ച് കാണിക്കുന്നു. അവിടെ നിൽക്കുന്ന ഒരുത്തിനെ മാത്രമേ അത് മനസ്സിലാവുന്നുള്ളൂ. ചില കാരണങ്ങളോട് എനിക്ക് കോമൺ മാത്രം സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഹീറോ പറയുന്നു. ശരി, നമുക്ക് ക്ലാസ് തുടങ്ങിയല്ല. എന്റെ ക്ലാസ് മൊത്തം പ്രാക്ടിക്കൽ ആയിരിക്കും. ബേസിക്കായിട്ട് പറഞ്ഞാൽ മാന, നിങ്ങളുടെ മാനയൊക്കെ ഏത് ലെവലിലാണ് ഉള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. മാന ഇരുന്ന മയങ്ങി വീഴുന്ന ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഇതാണ് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കേണ്ട സമയം. എല്ലാവരും ഒരുമിച്ച് എന്നെ വന്ന് അറ്റാക്ക് എന്ന് ഹീറോ പറയുന്നു. ആരും പേടിക്കണ്ട, ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റുവാണെങ്കിൽ ഹീൽ ചെയ്യാൻ വേണ്ടി എന്റെ ഹീലിംഗ് പോഷൻ ഉണ്ട് എന്ന് ഹീറോ പറയുന്നു. പിള്ളേർക്കെല്ലാം ഹീറോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ കാശിന് ഹീലിംഗ് പോഷൻ വിൽക്കുന്നുണ്ട്. കാസ്പർ ആ സ്പോർട്സ്മാന് മാത്രമാണ് ലാസ്റ്റ് വരെ നിൽക്കുന്നത്. ഇനി എന്നെ കൊണ്ടുപോയ ബാക്കി നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവന്റെ ഉണ്ടായിരുന്ന മാന മൊത്തം റോമിന് കൊടുക്കുന്നു. കാസ്പറിന്റെ സാക്രിഫൈസിന് ഒരു അറ്റാക്കിലും മേടിക്കും ടീച്ചർ എന്ന് പറഞ്ഞ് റോമൻ പോയി അറ്റാക്ക് ചെയ്ത ഹീറോ പെട്ടെന്ന് തന്നെ അവൻ അടിച്ചിരുന്നു. മര്യാദക്ക് ഒരു അറ്റാക്ക് കൊണ്ട് ടീച്ചറിന്റെ അടുത്ത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് വിഷമിച്ചിരിക്കുന്നു. എല്ലാവർക്കും അവരുടെ മാനാലെ വിട്ട് എത്ര ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് റിപ്പോർട്ടായിട്ട് എഴുതി തന്നെ എന്ന് പറഞ്ഞാൽ ഹീറോ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് ഫൈറ്റ് എടുത്തും ജയിക്കുന്നതാണ്. ഇവനാണ് അന്ന് ഹീറോ വിളിച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പുതുതായിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിന്റെ സ്ട്രെങ്തും മാജിക്കും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ പെണ്ണാണ് ഇവന്റെയൊക്കെ ആ മരുന്ന് കൊടുത്തത്. അത് യൂസ് ചെയ്താണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് മാറിയത്. പെട്ടെന്ന് അവൻ ഹീറോനെ കാണുന്നു. ഇവനെങ്ങനെ ഇവിടെ വന്ന് ഇവനെങ്ങനെ മാജിക്കൽ അക്കാഡമിയിൽ ഇൻസ്ട്രക്ടർ ആയി എന്ന് പറഞ്ഞാൽ ഷോക്കായി നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോനെയാണ്. ഓരോ പിള്ളേരും എങ്ങനെയൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞ് റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഹീറോ. വിബ്രോയ്ക്ക് അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ തന്നെ ജിന്നിന് അവനെ മൊത്തം പവർ കൊടുത്തു. ജിന്നാണ് ലാസ്റ്റ് ഒരു ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവന് ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടെന്ന് തോന്നുന്നത് എന്ന് ഹീറോ പറയുന്നു. ഫൈറ്റ് ചെയ്യുന്നതിലൊക്കെ കുറെ ആളെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ മാസ്റ്റർ എന്ന് ഷീക്ക് പറയുന്നു. ഷീക്ക് എന്നെ പൂരത്തിയതൊക്കെ മതി പണി എന്ന് ഹീറോ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഒരു പഴയ സ്ഥലമാണ്. ഹീറോ സഹായിക്കുന്ന പറഞ്ഞ ആ തിയറി പ്രൊഫസറിനാണ് പിന്നെ കാണിക്കുന്നത്. ആ പുതിയ ടീച്ചറെ തട്ടിക്കളയാൻ പറഞ്ഞിട്ട് നീ എന്നാൽ ഇപ്പോഴും വെച്ചോണ്ടിരിക്കുന്നവനെ എന്നവനെ അസാസിന്റെ ഒക്കെ ചോദിക്കുന്നു. ഡ്രാഗൺ സ്കെയിലോൺ ഉണ്ടാക്കി കത്തി അവൻ വെറും കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചു കളഞ്ഞു. അതുപോലെ പോയിസൺ അവന്റെ അടുത്ത് വർക്കാവുന്നില്ല എന്ന് അസാസൻ പറയുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ആണെന്നല്ലേ മാക്സിമം ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ ബൈ.